ഒരു ചെറുപുഞ്ചിരി ബാക്കി വെച്ച് ഒരു കാലത്തെ അനശ്വരമാക്കി MT വാസുദേവൻ നായർ മടങ്ങുന്നു. ശ്രീ PK രാജശേഖരൻ തുടരുന്നുണ്ട്. ശ്രീ PK രാജശേഖരൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് MTയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച്, MTയുടെ കഥാസബരിയെക്കുറിച്ച്, MTയുടെ ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെയാണ്. നമ്മുടെ സാഹിത്യശാഖകൾ ഏതെടുത്താലും ഇപ്പോൾ ചെറുകഥയുടെ ക്രാഫ്റ്റിനെ കുറിച്ച്, നോവൽ സാഹിത്യത്തെക്കുറിച്ച്, ഒപ്പം തിരക്കഥകളും മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പല തിരക്കഥകളുടെയും കഥകളുടെയും പിറകിൽ MTയുടെ തൂലികയുണ്ടായിരുന്നു. MT മലയാളത്തിന് ബാക്കി വയ്ക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിലാഷ്, മലയാള സാഹിത്യത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ അദ്ദേഹം നൽകിയ മറ്റ് മലയാളി അനുഭവങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു സാഹിത്യ കൃതിക്ക് അല്ലെങ്കിൽ സാഹിത്യരചനയ്ക്ക്, കഥ പറച്ചിലിന്, പ്രത്യേകിച്ച് ആഖ്യാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളാണ് ഭാവിയിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കാരണമാവുക. വ്യക്തി മാഞ്ഞു പോവുകയും സാഹിത്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ മലയാളിയുടെ സാഹിത്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, പാരായണ അനുഭവം എന്താണെന്നാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, 1958 MT വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവലായ നാലുകെട്ട് പുറത്തു വരുന്നത്. അതുവരെ പ്രബലമായി നിന്നിരുന്ന മലയാളത്തിലെ നോവൽ രീതി എന്ന് പറയുന്നത് റിയലിസമായിരുന്നു. തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ വളരെ പ്ലെയിനായിട്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ, സാമൂഹിക സംഘർഷങ്ങൾ ഒക്കെ അവതരിപ്പിക്കുന്ന പച്ചയായ ജീവിതത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് ആവിഷ്കാരമായ റിയലിസമായിരുന്നു. അതിൽ നിന്ന് ഒരു വലിയ വിച്ഛേദം, ഒരു വലിയ ബ്രേക്ക് സൃഷ്ടിക്കുകയാണ് MT ചെയ്തത്. അതായത് സ്വാതന്ത്ര്യാനന്തരമുള്ള നിരാശകൾ, ജീവിതത്തിൻ്റെ സന്ദിഗ്ധതകൾ, ഇതെല്ലാം ആവിഷ്കരിക്കുന്ന പുതിയ ഒരു ഭാഷ, അതായത് ആധുനികമായ ജീവിതാനുഭവത്തെ ആവിഷ്കരിക്കുന്ന ഒരു പുതിയ കഥാരീതി, പുതിയൊരു കഥ പറച്ചിൽ രീതി കൊണ്ടുവരണം എന്ന് MT ബോധപൂർവ്വം ശ്രമിച്ചതിൻ്റെ ഫലമാണ് നാലുകെട്ട്. നാലുകെട്ടിൻ്റെ ആദ്യത്തെ വാക്യം വളരും എന്ന് മാത്രമാണ്. അതുവരെ ഒരു നോവലും ഒരൊറ്റ വാക്കിൽ തുടങ്ങിയിരുന്നില്ല മലയാളത്തിൽ. രണ്ടാമത്തെ വാക്യം വളർന്ന് വലിയ ആളാകും എന്നാണ്. അതിലൂടെ ആ നോവലിൻ്റെ മുഴുവൻ കഥയും വിശദമാകുന്നു. അത് ഒരു കുട്ടി വളർന്ന് വലുതാകുന്ന ഒരു 10 കൊല്ലത്തെ കഥ മാത്രം. 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ 18 വയസ്സ് വരെയുള്ള ജീവിതം, 10 വർഷത്തെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരൊറ്റ നോവലിലൂടെ അതുവരെയുള്ള മലയാള നോവലിൻ്റെ ശൈലിയെ മുഴുവൻ MT മാറ്റിപ്പണിയുകയും ആധുനികത എന്ന പുതിയ പ്രസ്ഥാനത്തിന്, പുതിയ കഥാരീതിക്ക്, ഇന്നും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ നോവൽ ശൈലിക്ക് MT അടിത്തറയിടുകയും ചെയ്തു. അതിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് OV വിജയൻ്റെ തലമുറയും പുതിയ ഭാവുകത്വമായി ആധുനികത എന്ന ഒരു ഭാവുകത്വം വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ഈ കഥയിൽ കൊണ്ടുവന്ന ഈ പരീക്ഷണം. രണ്ടാമത്, കഥയുടെ ഭാഷയിൽ അതുവരെ പരത്തി പറഞ്ഞിരുന്ന വർണ്ണനയുടെ രീതി MT ഉപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും MTയുടെ ഒരു മിനിമലിസം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ മിതാവിഷ്കാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക സവിശേഷമായ കഥനശൈലി, ഒരു ആഖ്യാന ശൈലി MT കഥയിലും നോവലിലും കൊണ്ടുവന്നു. അതായത് അതിൻ്റെ പ്രത്യേകത, കഴിയുന്നത്ര കുറച്ചു വാക്കുകൾ മാത്രം പറയുക, കൂടുതൽ വാക്കുകൾ വെട്ടിക്കളയുക, കൂടുതൽ ഒഴിവാക്കുക, കുറച്ചു വാക്കുകൾ പറയുക, ബിംബങ്ങൾ ഉപയോഗിക്കുക. പരത്തി പറയുന്നതിന് പകരം ഒരു സൂക്ഷ്മ ബിംബം ഉപയോഗിച്ചുകൊണ്ട് കഥ പറയുക. മാത്രമല്ല, അതുവരെ കഥയിൽ ഇമോഷൻ്റെ അംശം വളരെ കുറവായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യം അവതരിപ്പിച്ചവർ പുറമേയുള്ള ബാഹ്യവികാരങ്ങളാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് തകഴിയുടെ തലമുറ അങ്ങനെയാണ് ചെയ്തത്. അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്നാൽ MT ചെയ്തത് ഇമോഷൻസിന്, വികാര തീക്ഷ്ണതകൾക്കും ഇന്ദ്രിയാനുഭവങ്ങൾക്കും കഥയിൽ പ്രാധാന്യം നൽകുന്നു. ഈ പ്രാധാന്യമാണ് നാലുകെട്ടിലും അദ്ദേഹം ആ കാലത്ത് എഴുതിയ ചെറുകഥകളും മലയാളത്തിൽ ഒരു പുതിയ ഭാവുകത്വം നൽകിയത്. മാത്രമല്ല, നാലുകെട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ നോവൽ, 25-ാം വയസ്സിൽ എഴുതിയ നോവൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിലൊന്നാണ്. MTയുടെ സാഹിത്യ ജീവിതത്തിലും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയാൻ കാരണം, ആ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സ്ഥലം കാലം എന്ന് പറഞ്ഞ് 2 ഡയമെൻഷൻസ് ഉണ്ടല്ലോ. സ്ഥലകാലങ്ങളിലൂടെ ഒരു കഥ എങ്ങനെ വികസിപ്പിക്കാം എന്ന പുതിയ ആഖ്യാന തന്ത്രം മലയാളത്തിൽ അവതരിപ്പിച്ച ആദ്യ നോവലും നാലുകെട്ട് ആയിരുന്നു. നാലുകെട്ട് കുറേ വഴികളുടെ കഥയാണ്. നാലുകെട്ടിലുടനീളം വായിച്ചാൽ അറിയാം, ഒട്ടേറെ ഗ്രാമീണ പാതകൾ അതിനകത്ത് വിവരിക്കപ്പെടുന്നു. പുണ്ണി സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിൽ തുടങ്ങുന്നു. വീട്ടിൽ വന്നു കയറിയ ഉടൻ തന്നെ അമ്മ കടയിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പറഞ്ഞയക്കുന്നു. ആ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുന്ന ഭയം നിറഞ്ഞ ഒരു ഇടവഴി, അങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് പോകുന്ന വഴി, കുന്നിലേക്ക് പോകുന്ന വഴി, തറവാട്ടിലേക്ക് പോകുന്ന വഴി, ഇങ്ങനെ ഒരു 20-ലധികം വഴികൾ. ഒടുവിൽ
പള്ളിപ്പുറത്ത് നിന്ന് ട്രെയിനിൽ കയറി കോഴിക്കോടെത്തി അവിടെ നിന്ന് താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് പോകുന്ന വഴികൾ. ഈ വഴികളിലൂടെ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, 9 വയസ്സിൽ നിന്ന് 18 വയസ്സുള്ള കഥയിലൂടെ 50കളിലെ കേരളീയ യുവത്വത്തിൻ്റെ, കുറേ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര കേരളീയ യുവത്വത്തിൻ്റെ ജീവിത പ്രതിസന്ധികളുടെയും സന്ദിഗ്ധതകളുടെയും ആവിഷ്കാരമാണ് MD ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം പുതിയ ഒരു ഭാഷ നിർമ്മിച്ചു. ഈ ഭാഷാ നിർമ്മാണത്തിൻ്റെ തുടർന്നുള്ള വളർച്ചയാണ് മറ്റ് നോവലുകളിൽ കാണാവുന്നത്. അതിൻ്റെ പാരമ്യം എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ 2-ാം ഊഴം എന്ന നോവലാണ്. 2-ാം ഊഴം നമുക്കറിയാം, ഇതിഹാസം, മഹാഭാരതം പോലുള്ള ബഹുരൂപിയായ ബഹുനായകന്മാരുള്ള ഒരു ഇതിഹാസമാണ്. ആ ഇതിഹാസത്തെ അദ്ദേഹം ഏകനായകനിൽ കേന്ദ്രീകരിച്ചു. ഭീമൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ മനുഷ്യവൽക്കരിക്കുകയാണ് അദ്ദേഹം ആ നോവലിലൂടെ ചെയ്തത്. MT തന്നെ പറയുന്നുണ്ട്, ഞാൻ വളരെ സ്വയം ന്യൂനീകരിക്കുന്നത് MTയുടെ ഒരു ശീലമാണ്, തന്നെ കുറച്ച് കാണിക്കുക. ആത്മനിന്ദയെക്കുറിച്ച് അദ്ദേഹം ആത്മനിന്ദയോടുകൂടി എഴുതും, സ്വയം മോശക്കാരനാക്കും. അങ്ങനെ പറയുന്നു. എനിക്ക് ഏറ്റവും പരിചയം കൂടല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ്.